അർജന്റീന കവിത ഫുട്ബോൾ ലോകകപ്പ് സമയത്ത് സ്ഥിരമായി കേൾക്കാറുള്ള രണ്ട് പദങ്ങളാണ്. അർജന്റീന വിജയിക്കുകയോ അല്ലെങ്കിൽ ലയണൽ മെസ്സി മനോഹരമായ മുന്നേറ്റങ്ങളിലൂടെ ഗോൾ നേടുകയോ ചെയ്യുമ്പോൾ പോസിറ്റീവായി കേൾക്കുകയും അർജന്റീന തോറ്റാൽ ട്രോളുകളിലൂടെയും പരിഹാസങ്ങളിലൂടെയും കേൾക്കുന്ന പദമാണ് അർജന്റീന കവിത. കഴിഞ്ഞ ദിവസം പീറ്റർ ഡ്യൂറെ എന്ന ലോകത്തെ ഏറ്റവും മികച്ച കമന്റേറ്റർ പങ്കുവച്ച സോഷ്യൽ മീഡിയയിലെ കുറിപ്പാണ് ഈ കവിതയുടെ ആധാരം. പീറ്റർ ഡ്യൂറയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഏവരും ബഹുമാനിക്കുന്ന മികച്ച കമന്റേറ്റർ, അദ്ദേഹത്തിൻ്റെ സാഹിത്യം നിറഞ്ഞ ഭാഷ, ഫുട്ബോൾ എന്നത് ഒരു കേവലം കളി മാത്രമല്ല, ഒരു വികാരം കൂടിയാണെങ്കിൽ ആ വികാരത്തിന് ജീവൻ നൽകുന്ന മാന്ത്രിക ശക്തിയുള്ള ഒരു കമന്റേറ്ററാണ് പീറ്റർ ഡ്യൂറെ. ദ കിങ്ഡം ഓഫ് അർജന്റീന. ആകാശ കിരീടം അവരുടെ ശിരസിലുണ്ട്. ലോക ഫുട്ബോളിൻ്റെ കനമേറിയ സുവർണ ചെങ്കോൽ അവരുടെ കൈകളിൽ ഭദ്രമാണ്. നിലവിലെ ചാമ്പ്യന്മാരുടെ സർവപ്രതാപത്തോടെയും ആഢ്യത്വത്തോടെയും അവർ ആ മഹാവേദിയിലേക്ക് വീണ്ടും ചൂടുവെക്കുന്നു. അതേ, അർജന്റീന ലോകകപ്പിൻ്റെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞു. ടാങ്കോ നൃത്തച്ചുവടുകളുടെ പാരമ്പര്യത്തിൻ്റെ അമരത്വത്തിൻ്റെ ആകാശനീലയും വെള്ളയും കലർന്ന ഒരു വശ്യമനോഹരമായ കാർണിവൽ. അവരിലേക്ക് നോക്കൂ. ഒരു സാമ്രാജ്യം അതിൻ്റെ അധികാരത്തിൻ്റെ അത്യുന്നതിയിൽ നിൽക്കുന്നത് കാണാം. യോഗ്യത റൗണ്ടിൽ ഒരൊറ്റ തോൽവി പോലും അറിയാതെ സാംബിയയെ 5 ഗോളുകൾക്ക് തരിപ്പണമാക്കിയ ആ ആത്മവിശ്വാസവുമായിട്ടാണ് ലയണൽ സ്കലോണിയുടെ ഗ്ലാഡിയേറ്റർമാർ വടക്കേ അമേരിക്കയിലേക്ക് വിമാനം കയറിയത്. വെറും ഒരു കിരീടം നിലനിർത്താൻ മാത്രമല്ല അവർ വന്നിരിക്കുന്നത്, ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു തുടർച്ചയായ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ കൂടിയാണ്. കഴിഞ്ഞ 3 തുടർച്ചയായ ടൂർണമെൻറ്റുകളിലും കിരീടങ്ങൾ കൈകളിലേന്തിയവർ. അവരുടെ യുദ്ധകവചങ്ങൾക്ക് ഇപ്പോഴും കണ്ണഞ്ചിപ്പിക്കുന്ന ഭയമുണർത്തുന്ന തിളക്കമുണ്ട്. നോക്കൂ, ഏത് പ്രതിരോധത്തെയും തകർക്കാൻ പോന്ന പ്രതിഭകളുടെ ആ നിരയിലേക്കൊന്ന് നോക്കൂ. ഗോൾ വലയ്ക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ആ അജയ്യമായ കോട്ട, ഡിബു മാർട്ടിനസ്. പ്രതിരോധ നിരയിൽ ചോരയിറ്റാത്ത ഉരുക്കു മനുഷ്യർ, ക്രിസ്ത്യൻ ക്യൂട്ടി റൊമറോയും ലിസാൻഡ്രോ മാർട്ടിനസും. മധ്യനിരയിൽ കളിമെനയുന്ന തന്ത്രശാലികളായ എഞ്ചിനുകൾ, റോഡ്രിഗോ ഡിപ്പോളും അലക്സിസ് മക്കലിസ്റ്ററും. അതിനു മുന്നിൽ ഇലക്ട്രിക് വേഗതയുള്ള ഹൂലിൻ ആൽവാരസും ലൗട്ടാറോ മാർട്ടിനസും ചേർന്ന ആക്രമണ നിര. ഒപ്പം ഫുട്ബോൾ ലോകത്തെ ആ നിത്യഹരിത ദൈവം, സാക്ഷാൽ ക്യാപ്റ്റൻ ലയണൽ മെസ്സി. ഈ ലോകവേദിയെ തൻ്റെ സ്വന്തം ക്യാൻവാസാക്കി മാറ്റുന്ന ഫുട്ബോളിൻ്റെ രാജാവ്. ബ്യൂണസ് ഐറസിലെ ചെണ്ടമേളങ്ങൾ ലോകമെമ്പാടും മുഴങ്ങിക്കേൾക്കുകയാണ്. ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്നു. കാരണം രാജാക്കന്മാർ യുദ്ധത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു.